സോറി, ആദ്യം സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ സൗണ്ടിൻ്റെ ഓൺ ആക്കിയിട്ടുണ്ടായിട്ടില്ല മൈക്രോഫോണ്. ഞാൻ ആക്ച്വലി സ്ക്രീൻ റെക്കോർഡർ ഓൺ ചെയ്ത് വരുമ്പോഴൊക്കെ തന്നെ ട്രേഡ് നല്ല രീതിയിൽ പെർഫോം ആയിട്ടുണ്ട്, താഴേക്ക് വന്നിട്ടുണ്ട് ട്രേഡ് എൻ്റർ ചെയ്ത ഉടനെ. ആക്ച്വലി ഞാൻ 7:15 ട്രേഡ് എൻ്റർ ചെയ്തത്. ഇപ്പം നെക്സ്റ്റ് ക്യാൻഡിൽ 15 മിനിറ്റിലാണ് നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ താഴേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ന്യൂസിലൻഡ് CAD പെയറാണ്. ഓക്കെ, ഇത് കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, പ്രൈസ് ടൈം 7:30 ആയി. ലാസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് വളരെ നല്ല രീതിയിലൊരു സെൽ ട്രെൻഡായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വാച്ച് ചെയ്യാം. അപ്പോൾ കോറിലേഷൻ നോക്കാം നമുക്ക്. ഇത് സ്ക്രീൻ വലുത്. ഇത് CAD ഗ്രൂപ്പാണ്. CAD എല്ലാ പേരിനോടും സ്ട്രോങ് ഒന്നുമല്ല. USDക്ക് എതിരെയാണ് പോകുന്നത്. ന്യൂസിലാൻഡിന് ഓക്കെ, അതുപോലെ ഓസിക്ക് ഓക്കെ, യെന്നും അല്ല. അപ്പോൾ CAD അത്ര സ്ട്രോങ് അല്ല ആക്ച്വലി. ഇത് ന്യൂസിലാൻഡ് വീക്കാണ്. നോക്കിയോ, എല്ലാ പേരിലും ന്യൂസിലാൻഡ് വീക്കാണ്. യൂറോ, പൗണ്ട്, ന്യൂസിലാൻഡ് യെന്ന്, ന്യൂസിലാൻഡ് CAD എല്ലാ പേരിനോടും ന്യൂസിലാൻഡ് വീക്ക്. അപ്പോൾ ന്യൂസിലാൻഡ് വീക്ക് ആയതിൻ്റെ ആ മൂവ്മെൻറ്റാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ ആക്ച്വലി വേറൊരു സംഭവം നോക്കാം. US പ്രൈസ് ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട് 0 പ്രൈസിലേക്ക് എത്തിയിട്ടുള്ളത്. എന്താ സംഭവം എന്നറിയില്ല. 0-ലാണ് ഇപ്പം പ്രൈസ് ഉള്ളത് US-ൻ്റെ. ഇപ്പോൾ രാവിലെ എണീച്ച് നോക്കിയപ്പോഴാണ് കാണുന്നത് ഇങ്ങനെ ഒരു ഇത്. ഇന്നലെ തന്നെ വളരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു, 18-15ഒക്കെ. ഇത് 0-ലാണ് ഉള്ളത്. അപ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നറിയില്ല. ന്യൂസ് ഇതൊക്കെ നോക്കണം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത്. അപ്പോൾ ശരിക്കും ആക്ച്വലി US പ്രൈസ് കുറയുമ്പോൾ CAD വീക്കാവുക വേണ്ടത്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇപ്പം ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളത്. കാരണം അത് വീക്കാവുന്ന എല്ലാവർക്കും അറിയാമല്ലേ, വേൾഡ് മൊത്തം അറിയാം. US ഓയിൽ വീക്കാവുമ്പോൾ CADും വീക്കാവും. അപ്പോൾ അതിനെതിരെ ഒരു ട്രേഡ് കിട്ടുമോ നോക്കിയതാണ്. ഓക്കെ, ചിലപ്പോൾ ഇത് താഴേക്ക് വരുന്നത് പ്രൈസ് നല്ലൊരു ബൈ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടിരിക്കും എല്ലാ പേരിനും. ചിലപ്പം CAD വളരെ വീക്കാവാൻ സാധ്യതയുണ്ട്. US ഓയിൽ അങ്ങനെ 0-ലെത്തിയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ട്രേഡിങ് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തു. ഏകദേശം 30 പിപ്പ് കിട്ടിയിരുന്നു പ്രോഫിറ്റ്. ക്ലോസ് ചെയ്തു. കാരണം കോറിലേഷൻ നോക്കിയാണ് എല്ലാം. ഇത് ന്യൂസിലൻഡിൻ്റെ കോറിലേഷനാണ്. ന്യൂസിലൻഡ് CAD, യൂറോ, ന്യൂസിലൻഡ്. അപ്പോൾ എന്തോ ഒരു ഇതിവിടെ പ്രൈസ് എല്ലായിടത്തും ഒരുപോലെ സ്റ്റോപ്പായിട്ട് ഇതുപോലെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ച് ക്ലോസ് ചെയ്ത്. പിന്നെ ഇത് ഏഷ്യ സെഷനാണല്ലോ, അപ്പം നോക്കിയിട്ടിന് UK സെഷനിൽ ട്രേഡ് ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് വെച്ചാൽ. ആക്ച്വലി ഞാൻ ട്രേഡ് ചെയ്യാമെന്നൊന്നുമല്ല നോക്കിയത്. ന്യൂസിലൻഡ് USD സെൽ, അല്ലെങ്കിൽ ന്യൂസിലൻഡ് CAD സെല്ല്, അല്ലെങ്കിൽ USD CAD, ആ 3 പേരായിരുന്നു ഞാൻ ആക്ച്വലി നോക്കിയത്. അപ്പോൾ അതിൽ ലാസ്റ്റ് ന്യൂസിലൻഡ് CAD സെലക്ട് ചെയ്തിരുന്നു. ന്യൂസിലൻഡ് USD ആയിരുന്നു ഇതിനേക്കാൾ നല്ലത്. അപ്പോൾ ട്രേഡ് വീണ്ടും വർക്ക് ആവുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്ത് പോയി ഓൾറെഡി ട്രേഡ്. ഓക്കെ, താങ്ക് യു.